നമസ്കാരം. രാഷ്ട്രീയ എതിരാളികളെ എന്തും ചെയ്യാൻ മടിക്കാത്ത മാഫിയ സംഘമായി CPM മാറിക്കഴിഞ്ഞു എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. പരാജയഭീതിയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെ അണികൾക്ക് ബോംബ് നിർമ്മാണ പരിശീലനം നൽകുന്ന CPM-ഉം തീവ്രവാദ സംഘടനകളും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത് എന്നും അദ്ദേഹം ചോദിച്ചു. പാനൂരിലെ ബോംബ് നിർമ്മാണവുമായി പാർട്ടിക്ക് ഒരു ബന്ധവുമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ പറഞ്ഞതിന് പിന്നാലെയാണ് CPM പ്രാദേശിക നേതാക്കൾ കൊല്ലപ്പെട്ടയാളുടെ വീട്ടിലെത്തിയത്. T.P. ചന്ദ്രശേഖരൻ കൊലക്കേസിലും CPM ഇതുതന്നെയാണ് ചെയ്തത്. കൊലപാതകത്തിൽ ഒരു ബന്ധവുമില്ലെന്ന് പറയുമ്പോഴാണ് മുഖ്യമന്ത്രിയും സംസ്ഥാന നേതാക്കളും കൊലയാളികൾക്ക് രക്ഷാകവചമൊരുക്കിയത്. ബോംബ് നിർമ്മിക്കുന്നതിനിടെ ഒരാൾ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ആരായിരുന്നു ലക്ഷ്യം എന്ന് വ്യക്തമാക്കാൻ CPM തയ്യാറാകണമെന്നും വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒപ്പിട്ട RSS CPM കരാർ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ UDF കോൺഗ്രസ് നേതാക്കളാകാനാണ് സാധ്യത എന്നാണ് കരുതുന്നത്. ചോദ്യത്തിന് മറുപടി പറയാനുള്ള ബാധ്യത ബോംബ് നിർമ്മിച്ചയാൾക്കൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത വടകരയിലെ LDF സ്ഥാനാർത്ഥിക്കുമുണ്ട് എന്നും വി.ഡി. സതീശൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് മാത്രമാണ് ബോംബ് നിർമ്മിച്ചവരെ CPM തള്ളിപ്പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കൊല്ലപ്പെട്ടയാൾ പാർട്ടിയുടെ രക്തസാക്ഷിയാകും. മുൻകാല അനുഭവങ്ങളും അങ്ങനെ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് നാട്ടിൽ കലാപാന്തരീക്ഷം ഉണ്ടാക്കി വോട്ടർമാരെ ഭയപ്പെടുത്തി പോളിംഗ് ബൂത്തിൽ എത്തിക്കാതിരിക്കാനാണ് CPM ഗൂഢനീക്കം നടത്തുന്നത്. ഇതുകൊണ്ടൊന്നും ജനരോഷത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതേണ്ട. ഭരണ തുടർച്ചയുടെ ധാർഷ്ട്യത്തിന് തെരഞ്ഞെടുപ്പിൽ ജനം മറുപടി നൽകുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. രാഷ്ട്രീയ എതിരാളികളെ എന്തും ചെയ്യാൻ മടിക്കാത്ത മാഫിയ സംഘമായി CPM മാറിക്കഴിഞ്ഞു. പരാജയഭീതിയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെ അണികൾക്കും പ്രവർത്തകർക്കും ബോംബ് നിർമ്മാണ പരിശീലനം നൽകുന്ന CPM എന്ത് ഉദ്ദേശിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ജനങ്ങളോട് വ്യക്തമാക്കണം. പാനൂരിലെ ബോംബ് നിർമ്മാണവുമായി പാർട്ടിക്ക് ഒരു ബന്ധവുമില്ലെന്ന് M.V. ഗോവിന്ദൻ പറയുന്നു. CPM പ്രാദേശിക നേതാക്കൾ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടയാളുടെ വീട്ടിൽ എന്തിനു പോയി? കൂത്തുപറമ്പ് MLA അടക്കം മരിച്ച ഷെറിൻ്റെ വീട് സന്ദർശിച്ചത് എന്തിനാണ് എന്നുള്ള കാര്യവും ചോദ്യമായി വി.ഡി. സതീശൻ ഉയർത്തി. CPM തന്നെയാണ് ഇത് ചെയ്തത്. കൊലപാതകത്തിൽ ഒരു ബന്ധവുമില്ലെന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രിയും സംസ്ഥാന നേതാക്കളും കൊലയാളികൾക്ക് രക്ഷാകവചം ഒരുക്കുകയാണ്. ബോംബ് നിർമ്മിക്കുന്നതിനിടെ ഒരാൾ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ആരായിരുന്നു തങ്ങളുടെ ലക്ഷ്യം എന്ന് വ്യക്തമാക്കാൻ CPM തയ്യാറാകണം. RSS CPM കരാർ നിലനിൽക്കുന്ന സാഹചര്യമാണ് ഇവിടെയുള്ളത്. ജനങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമുണ്ട് എന്നുള്ള കാര്യവും വി.ഡി. സതീശൻ കൂട്ടിച്ചേർത്തു.